നിങ്ങളെന്താ ബിസിലടിച്ച് ആളെ കളിയൊക്കെ? ഞാനല്ല അടിച്ചത്. പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് ബിസിലടിച്ച് പഠിക്കുക. താനെന്തോടെ എന്റെ കിട്ടാറുന്നത്? മനസ്സിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ. ഞാൻ എന്നോട് മരക്കോന്താ തള്ളേ. പിന്നെ നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരണം. ഇത് മോള് വാ. എത്ര ദിവസാ ബ്രാഞ്ച് ഓഫീസില്? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ട് ഔട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാ അപ്പനെ. എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. ഗോ ആൻഡ് സ്റ്റഡി. എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളുടെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്? ആ വണ്ടി വണ്ടി വണ്ടി. അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ. എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നേ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ PT ഉഷ ആവാനാണോ ഭാവം? Come on, go. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തുപോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടമല്ല. എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ശാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചർ ഇല്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലിയേച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയാ. അവളെ പഠിപ്പിച്ചു വിട്ടിരുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമല്ലിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാതെ. കൊല്ലം പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാ. പിന്നെ 10-15 കൊല്ലം അവിടെ ഇവിടെ ആയിട്ട് വേറെയും. ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല.
പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക? ദുബായിൽ നിന്ന് രണ്ടാമത്തവൻ വന്നിട്ടുണ്ട്. അവനാണ് കൂടുതൽ നിർബന്ധം. എവിടെയും പോവാതെ വീട്ടിലിരുന്നാൽ മതി എന്നാ പറയണേ. സംഗതി എനിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരൂടൂ? 84-87 ലേലനിലെ ഔസേപ്പിനെ മഠത്തിൽ 74-71 മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി ഇങ്ങോട്ട് മാറ്റിയാൽ അത് ശരിയാവില്ല. അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം. നോക്കട്ടെ, വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാം. ശരി അച്ഛൻ. ആ അഡ്മിനിസ്ട്രേഷനെ കണ്ടോ? കണ്ടു. അച്ഛനെ കണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. ആ തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. വയസ്സായില്ലേ, ഇനി മക്കൾ പറയുന്നതനുസരിച്ച് ജീവിക്കുക. ഫാദർ കൊട്ടാരമായിട്ട് തനിക്ക് എങ്ങനെ പരിചയം എന്നാ പറഞ്ഞേ? നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ താൻ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ? പ്രീ ഡിഗ്രി തോറ്റപ്പ് നിർത്തി. വെരി ഗുഡ്. അതേതായാലും നന്നായി. ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിൻ്റെയും ആ ഒരു മുഖഭാവം അത്ര ശരിയല്ല. മാത്രമല്ല, ഈ വളയം പിടിക്കാൻ അറിയാവുന്നല്ലാതെ ഒരു സ്റ്റെപ്പിന് മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിനോട് കാര്യം പറയുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉള്ളത് തന്നെ കൂടുതലാ. ആ, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ബിരുദന്മാരാണ്. നല്ല കുട്ടികളാ, പിന്നെ കുറച്ച് കുസൃതിയൊക്കെയുള്ളത്. അതൊരു രസമല്ല അച്ഛോ. ആ, ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം. നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുസിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പള്ളിയും മഠമൊക്കെ ഉള്ളതാ. അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം. നല്ലതാ. നീ ചെറുപ്പമാ, അതുകൊണ്ടാ പറഞ്ഞത്. കിടന്നുറങ്ങി. എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ച എന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി, നീ തരൂ ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടു തന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല. അതവിടെ വെക്കൂ. ഇന്ന് കൊണ്ടുവല്ലാന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതവിടെ വെക്കുക. ചെയ്തു. ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി. എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ? അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. നീ തരൂ. ഒരു പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം പോകുമ്പോ നല്ലല്ലോ ബാഗിലിരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മിയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അതിന്റെ ഗുണം കാണുന്നുണ്ട്. തന്നോട് ചോദിച്ചില്ല. മോളെ ബസ് വന്നു, ബസ് വന്നു. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടുവന്നാക്കൂ. ഗീതു, എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. ഗീതു, എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. കുട്ടി അവിടെ മോളെ അവിടെ നിക്കാൻ. അവിടെ നിക്കുന്നേ. പറയണ കേക്ക്. എന്താ ചെയ്യ? മോളൊന്നും വരില്ലേട്ടാ. എന്തേ? വിശേഷമൊക്കെ കേറിട്ട് പറയാം. മാറി മാറി മാറി. താനെങ്ങടെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അയ്യോ, മാർക്കറ്റിൽ പോവാത് ഗവൺമെന്റ് ബസ്സല്ല. ആ തമാശ തന്നെ, തമാശ തന്നെ, തമാശ. അയ്യോ, നിന്റെ ഒരു തമാശ. ഓടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ, യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചന്. തള്ളേ മേലോട്ട് കളിക്കരുതട്ടോ. എന്താണ് ശബരി നിന്റെ തൊട്ടാല്? എന്ത്? ആ പിന്നെ നീ കളിക്കാണ്ട് പോടാ അവിടുന്ന്. ആ, ഓടി. ഇറങ്ങ. ഞാൻ വരില്ല. ഇത് വരാൻ. ഞാൻ വരില്ല. വരാൻ എന്റെ പപ്പി. വരാനാ പറഞ്ഞത്. എന്റെ പപ്പി. എന്തു പറ്റി നോക്കുന്നു? എന്തടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത്.
താനിത് ആരും കാണാതെ ആ കൊച്ചിനൊന്ന് കൊടുത്തോളൂ കേട്ടോ. ഉം. എവിടെ? അയ്യോ മോളെ ഭക്ഷണങ്ങളല്ലേ? കളയും. അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കുക? കഴിക്കണ്ട. കഴിക്കാതെ പിന്നെ? എന്നോട് മിണ്ടണ്ട. ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ. ദാ നോക്കിക്കേ, എന്താ ഇത്? ആ? ഏയ്, എന്റെ പപ്പി. ഇങ്ങത്താ. പപ്പി. ആ, വാ വാ വാ, ആരാം വാ. പപ്പീതാ. പപ്പി. വാ, പപ്പീതാ. വാ. പപ്പീതാ. തരാം, വാ. മോളിരിക്കെ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. ഞാൻ കഴിഞ്ഞില്ലേ? അത് സാരമില്ല, അതിനൊരു സൂത്രമുണ്ട്. എന്റെ പപ്പീതാ. തരാം മോളെ, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഏയ് തൊടരുത്. ടാങ് ടടാങ്. ഇതെന്തത്? ചോറ്. ആ, ഇത് കഴിക്കുന്നതിന് മുമ്പ്. എനിക്ക് വേണ്ട. അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. ആ. ആ. ഇതെന്തിനാ ബോളാക്കിയത്? അയ്യോ ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. ആ. 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 വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം. ആ. എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. ഏയ്, കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കമായി. ഏ? വീണ്ടും എണ്ണം കുറഞ്ഞു. കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കമായി. കുറയുന്നെങ്കിൽ കുറയട്ടെ. ഏ? പൂച്ച വീണ്ടും ഉറക്കമായി. മതി മതി. മോളുടെ വയറ് അറിഞ്ഞോ? ആ, കണ്ടോ കണ്ടോ, ഗീതുമോള് ചോറുണ്ടത് കണ്ടോ? ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. വാ, കൈ എഴുതുക. ആ. ഇനി ഇതാ മോളുടെ പപ്പി. താങ്ക് യു ഡ്രൈവർ. ഡ്രൈവർ അങ്കിൾ. മണിക്കുട്ടി വാ എഴുതിട്ട് പോ. മണിക്കുട്ടിയോ? ഞാൻ മണിക്കുട്ടിയല്ല, ഗീതുവാ. മണിക്കുട്ടി! ആരാ മണിക്കുട്ടി? ഞാൻ എന്താ മോളെ പറയാ, ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകെട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്?